പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ അടിമുടി മാറ്റങ്ങളാണ് യൂട്യൂബ് 2027 ഫെബ്രുവരി 1 മുതൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോങ് വീഡിയോയിൽ 4000 വാച്ച് അവേഴ്സും, അതായത് 365 ദിവസത്തിനുള്ളിൽ ലോങ് വീഡിയോസിൽ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിനെയും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയായി എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ 1 കോടി വ്യൂസ് നിങ്ങളുടെ ഷോർട്ട് വീഡിയോക്ക് ലഭിക്കുകയും ഒപ്പം നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തീകരിക്കാവുന്നതാണ്. ഈ ക്രൈറ്റീരിയയെ നേരെ ഡബിളാക്കി ഉയർത്തിയിരിക്കുകയാണ് യൂട്യൂബ് ചെയ്തിരിക്കുന്നത്. അതായത് 2027 ഫെബ്രുവരി 1 മുതൽ നിങ്ങളുടെ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തീകരിക്കണമെങ്കിൽ നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സും ഒപ്പം 8000 വാച്ച് അവേഴ്സ് ലോങ് വീഡിയോസിൽ നേടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഷോർട്സിൽ 1 കോടി വ്യൂസ് ഉണ്ടായിരുന്നത് 2 കോടി വ്യൂസും അത് 90 ദിവസത്തിനുള്ളിൽ 2 കോടി വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും നേടിയാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവുകയുള്ളൂ. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത്, ഈ ക്രൈറ്റീരിയ പ്രാബല്യത്തിൽ വരുന്നത് 2027 ഫെബ്രുവരി 1 ശേഷമാണ്. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അതാണ്. ഇപ്പോൾ 4000 വാച്ച് അവേഴ്സും അതേപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകും. അതുപോലെ തന്നെ ഷോർട്സിൽ 90 ഡേയ്സിനുള്ളിൽ, അതായത് 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനലിലെ ഏതെങ്കിലും ഒരു ഷോർട്ടിന് 1 കോടി വ്യൂസ് ലഭിക്കുകയും ഒപ്പം നിങ്ങളുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തീകരിക്കാവുന്നതാണ്. ഇതാണ് ഡബിളാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ജെമിനിയോട് ചോദിച്ചപ്പോൾ ജെമിനി തന്ന വ്യക്തമായ മറുപടിയും ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ചെറിയ ചാനലുകൾ നടത്തി മോണിറ്റൈസ്ഡ് ആക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ 4000 വാച്ച് അവേഴ്സ് പൂർത്തീകരിക്കാൻ തയ്യാറെടുത്തോളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുക എന്നുള്ളത് വെറും ഒരു സ്വപ്നമായി മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ ഈ കാര്യം അറിയാത്ത കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thank you for watching. Have a wonderful day. 2027 ഫെബ്രുവരി 1 മുതൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ YPP വരാൻ പോകുന്ന പ്രധാന മോണിറ്റൈസേഷൻ മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ്. പുതിയ നിബന്ധനകൾ, ന്യൂ റിക്വയർമെന്റ്സ്. സബ്സ്ക്രൈബേഴ്സ് 1000 സബ്സ്ക്രൈബർമാർ വേണം, ഇതിൽ മാറ്റമില്ല. ലോങ് ഫോം വീഡിയോസ് 365 ദിവസത്തിനുള്ളിൽ 8000 വാച്ച് അവേഴ്സ് വേണം. നിലവിൽ ഇത് 4000 വാച്ച് അവേറുകൾ മാത്രമാണ്. യൂട്യൂബ് ഷോർട്സ് 90 ദിവസത്തിനുള്ളിൽ 20 മില്യൺ 2 കോടി വ്യൂസ് വേണം. നിലവിൽ ഇത് 10 മില്യൺ 1 കോടി വ്യൂസ് മാത്രമാണ്. നിലവിൽ മോണിറ്റൈസ് ആയ ചാനലുകളെ ബാധിക്കുമോ? ലോങ് വീഡിയോകൾ നിലവിൽ മോണിറ്റൈസ് ആയ ചാനലുകൾക്ക് ഈ പുതിയ മാറ്റം മൂലം മോണിറ്റൈസേഷൻ നഷ്ടപ്പെടില്ല. ഷോർട്സ് റവന്യൂ നിലവിൽ YPP-യിലുള്ളവർ ഷോർട്സ് വഴി വരുമാനം തുടരാൻ 90 ദിവസത്തിൽ കുറഞ്ഞത് 10 മില്യൺ വ്യൂസ് നിലനിർത്തേണ്ടി വരും. ശ്രദ്ധിക്കുക, പുതിയ ക്രിയേറ്റർമാർക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ലഭിക്കാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ 2027 ഫെബ്രുവരിക്ക് മുൻപ് നിലവിലെ നിബന്ധനകൾ 4000 വാച്ച് അവറുകൾ 10 ഷോർട്സ് വ്യൂസ് പൂർത്തിയാക്കി മോണിറ്റൈസ് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം.